explain that to എഫിസ് me. എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ് എഫിസ്. Okay. അത് എൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. Uh-huh. അതാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു സീക്രട്ട് വെപ്പണാണ്. ഏരിയസ് ഗ്രൂപ്പിൻ്റെ വിജയത്തിൻ്റെ എല്ലാം ഒരു സീക്രട്ട് വെപ്പണാണ്. അതായത് ഓരോ വ്യക്തിയുടെയും എഫിഷ്യൻസി മെഷർ ചെയ്യുക. അതിനൊരു സ്കെയിൽ ആദ്യം നമ്മൾ നിർമ്മിച്ചു. ഒരു 10-200 പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഒരാളുടെ എഫിഷ്യൻസി മെഷർ ചെയ്തിട്ട് ആ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക. ഓരോ ദിവസവും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയും സക്സസ്സും എല്ലാം തീരുമാനിക്കുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടിയാൽ നാച്ചുറലി കമ്പനിയുടെ എഫിഷ്യൻസി കൂടും. കമ്പനിയുടെ എഫിഷ്യൻസി കൂടിയാൽ പ്രോഫിറ്റ് കൂടും. അപ്പം അത് പ്രോഫിറ്റ് സാധാരണ പോലെയല്ല. ഇപ്പം 10% എഫിഷ്യൻസി കൂടുമ്പം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്നില്ല. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആക്ച്വലി കുറഞ്ഞിട്ട് പ്രോഫിറ്റ് കൂടുമ്പം 10 ഇരട്ടി എഫക്റ്റാണ് വരുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് 30 to 300% വരെ ഗ്രോത്ത് ഒരു ഡിവിഷനിലുണ്ടാവും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എഫിസത്തിനകത്ത് ഈ 200 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു 100 മാനേജ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ സാധാരണ എല്ലാ ഇൻഡസ്ട്രി മൊത്തം ഇന്ന് റൺ ചെയ്യുന്ന ഒറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ISO. ഇതിനകത്ത് ISO ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇത് കൂടാതെ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഓരോണ്ട്. ഇപ്പം ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം, ആ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഓരോ സ്ഥാപനത്തിൻ്റെയും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, കോസ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ മെഡിസിൻ വെച്ചല്ല അസുഖങ്ങൾ മാറുന്നത്. മെഡിസിൻ ഇല്ലാതെ തന്നെ ഫുഡ് കൺട്രോൾ, നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ആനുവൽ ഹെൽത്ത് ലീവ്, ഇപ്പം എല്ലാ കമ്പനിയുടെയും മെഡിക്കൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം അത് യൂസ് ചെയ്യും. ഞങ്ങളുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ലീവ് ഓരോ വർഷം കുറഞ്ഞ് വരും. കാര്യം ഇപ്പോൾ എംപ്ലോയീസ് അറിയാം മെഡിക്കൽ ലീവ് വെച്ചാൽ ഞാൻ അൺഹെൽത്തി ആണെന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു മെഡിക്കൽ ലീവ് മുഴുവൻ കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കുറഞ്ഞ് വരുമ്പം നിങ്ങൾ ഹെൽത്തി ആയിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ലക്ഷ്യം തന്നെ മെഡിക്കൽ ലീവ് എടുക്കാത്ത ഒരു എംപ്ലോയിയെ സൃഷ്ടിക്കുക എന്നുള്ള മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഉറക്കം, ഒരു ഫുഡ് കൺട്രോള്, എല്ലാം ഉണ്ട്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുടിക്കണം. മെഡിസിൻ ഇല്ലാതെ ഫുഡിലൂടെ ഈ ഹോട്ടൽസിലെയും ഒക്കെ ഇപ്പോൾ ജങ്ക് ഫുഡ്സ്, നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ കുറച്ച് കഴിയുമ്പം യുവർ ഹെൽത്ത് ഇംപ്രൂവ്സ് ആക്ച്വലി. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ന് വി ഹാവ് എ വേൾഡ് റെക്കോർഡ് ഇൻ ഡൊണേറ്റിംഗ് ഓർഗൻസ്. ഏറ്റവും കൂടുതൽ ഓർഗൻ ഡൊണേഷൻ സൈൻ ചെയ്തേക്കുന്ന ഞങ്ങളുടെ സ്ഥാപനമാണ്. കാര്യം നിങ്ങൾക്ക് ഓർഗൻ ഡൊണേഷൻ സൈൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓർഗൻസ് നന്നാവണം. ഓർഗൻ നന്നാവണമെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം, മനസ്സിലായില്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓർഗൻസിനെ നന്നാക്കി നോക്കിയാൽ ആദ്യത്തെ ബെനിഫിഷ്യറി ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ ഈ എഫിസ് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. അത് നമ്മുടെ ജോബിൽ മാത്രമല്ല, 24 മണിക്കൂറിലും നിങ്ങൾ അത് പ്രവർത്തിക്കുക. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം കൊടുത്തു കഴിയുമ്പം ഫൈനൽ ഗോളായിട്ട് നമ്മൾ വെക്കുന്ന ഹാപ്പിനെസ് ആണ്.